16 പാഠവും ഒരുപോലെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ആകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് കുട്ടികൾ എങ്കിലും ഉണ്ടാകും. പക്ഷേ ആണെങ്കിൽ ഇനി 3 ദിവസമേ ഉള്ളൂ. 3 ദിവസം കൊണ്ട് 16 പാഠവും ഒരുപോലെ പഠിച്ചു തീർക്കാനും പറ്റത്തില്ല. അതിൻ്റെ കൂടെ മാത്സ് മാത്രമല്ല ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉള്ളത് അല്ലേ. ഇംഗ്ലീഷ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മാത്സ് വരുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം മാത്സ് എളുപ്പത്തിൽ പഠിക്കാൻ ചില പാഠങ്ങൾ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മീൻസ് A ഗ്രേഡ്, A+ ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷേ അത് ഏതൊക്കെ പാഠങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ഫോക്കസ് ഏരിയ ആണ്. ഫോക്കസ് ഏരിയ ഇൻവോൾവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ വേണ്ട നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ നോട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ഒരു പഠിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞുതരാം. മീൻസ് മാത്സിന് പഠിക്കാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം അവിടെ മീൻസ് ഏതെങ്കിലും ഒക്കെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണോ ആ ഇക്വേഷൻസ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. ആ ഇക്വേഷൻസ് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പം 16 പാഠത്തിൽ ഏറ്റവും എളുപ്പമുള്ള മീൻസ് എന്തായാലും ചോദ്യങ്ങൾ വരും എന്ന് ഉറപ്പുള്ള പാഠങ്ങൾ ആദ്യം നന്നായിട്ട് പഠിക്കണം. മീൻസ് നിങ്ങൾ ഓരോ ലെവലായിട്ട് തിരിക്കണം 16 പാഠങ്ങളെയും. ഏറ്റവും ഈസി ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ ഒരെണ്ണം പോലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് കേട്ടോ, സമയമുണ്ട്. അപ്പം ആ പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൻ്റെ അകത്ത് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഇക്വേഷൻസ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമില്ലെങ്കിലും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന പാഠങ്ങളുണ്ടല്ലോ, എല്ലാ പാഠത്തിൽ നിന്നും ചോദ്യം വരും. എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമല്ലാത്തതും എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായ പ്രോബ്ലംസ് ഉണ്ട്, എളുപ്പത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പബ്ലിക് എക്സാം ഒക്കെ നോക്കിക്കഴിയുമ്പം അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം ഏറ്റവും ഈസിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം അവിടെ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഈസി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് പഠിക്കുമ്പോൾ മീൻസ് സ്കോർ ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഇച്ചിരി ടഫാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ആ ഇക്വേഷൻസ് കുറേ തവണ ഇങ്ങനെ നോക്കുക. അതുപോലെ തന്നെ ആ പ്രോബ്ലംസ്, ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ ഈ ഒരു എക്സാമിന് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വരുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു മീൻസ് മാത്സ് ആണ് അല്ലേ. അപ്പം മാത്സിൽ നമുക്ക് ആ ഒരു നമ്പേഴ്സ്, ആ ഒരു ഇപ്പം സെറ്റിൻ്റെ പാഠത്തിൽ നിന്നാണെങ്കിൽ A യൂണിയൻ B, എയും ബിയും ഒരു സെറ്റ് തന്നു, A യൂണിയൻ B കണ്ടുപിടിക്കണം അല്ലേ. അതിപ്പോൾ നമുക്ക് എയും ബിയും ഏത് സെറ്റ് വേണമെങ്കിലും തരാം. പ്രീവിയസ് ഇയർ ചോദിച്ച എയും ബിയും തന്ന സെറ്റുകൾ ആയിരിക്കത്തില്ല ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന്. പക്ഷെ അവിടെ നമുക്ക് എന്ത് കിട്ടും, A എന്ന് പറയുന്ന ഒരു സെറ്റും B എന്ന് പറയുന്ന സെറ്റും കണ്ടു. അപ്പോൾ നമുക്കവിടെ പഠിക്കേണ്ടത് A യൂണിയൻ B എങ്ങനെയാണ്, അല്ലെങ്കിൽ A ഇൻ്റർസെക്ഷൻ B എങ്ങനെയാണ്, A കോംപ്ലിമെൻ്റ് എങ്ങനെയാണ്, അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മീൻസ് ഈ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പം മാത്സ് ഈ ഒരു 3 ദിവസം, ഇനി ഒരു 3 ദിവസം മീൻസ് 31-ാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്. ഇംഗ്ലീഷ് എക്സാം മീൻസ് ഇനി 2 ദിവസം, അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം നിങ്ങൾക്ക് മാത്സിൻ്റെ എക്സാം ആണ് അല്ലേ. അതിൽ 3-ാമത്തെ ദിവസം ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ 2 ദിവസം, ഇനിയുള്ള 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷും മാത്സും ഒരുപോലെ, ബാക്കിയുള്ള സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചു വെച്ചത് അവിടെ ഇരിക്കട്ടെ, ഇംഗ്ലീഷും മാത്സും ഇംഗ്ലീഷ് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇമ്പ്രൂവ് ആകണം, ഇംഗ്ലീഷിന് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക. മാത്സിൻ്റെ കാര്യം, ഇംഗ്ലീഷ് നിങ്ങൾ എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക. പ്രോബ്ലംസ് എഴുതി പഠിക്കാനൊന്നുമല്ല, മീൻസ് അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കണം. ആ സൊല്യൂഷൻസ് വരുമ്പം അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഏറ്റവും ഈസി ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും എന്നുള്ള ചാപ്റ്റേഴ്സ്, അങ്ങനെ അങ്ങനെ തിരിച്ച് പാഠങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇനി പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം മീൻസ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു
ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പം അതിൻ്റെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്ലേലിസ്റ്റിൽ എടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റിൽ ഒരു ഫോൾഡർ കിടപ്പുണ്ട്. അപ്പം ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സസിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കൊമേഴ്സിനും സയൻസിനും എല്ലാവർക്കും ഒരുപോലെ മീൻസ് നിങ്ങൾ +1 മാത്സ് +2 മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഈ 3 ആൾക്കാർക്കും മാത്സ് ഉള്ളവർക്ക് സെയിം ടെക്സ്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോക്കസ് ഏരിയയിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ആരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സെയിം ടെക്സ്റ്റ് ആണ്, സെയിം കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട. കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കിട്ടുകയോ മീൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അത് കാണുക. കാണാത്തവർ അത് തീർച്ചയായിട്ടും കാണുക കേട്ടോ. അതുപോലെ മീൻസ് സമയം പോയില്ല, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യും അത് കാണുമ്പം. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് മീൻസ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ഞാൻ അടുത്ത സെറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഇനി ഓരോ പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മീൻസ് 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം 16 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ഒട്ടും വിട്ടുകളയാൻ പാടില്ലാത്ത പാഠങ്ങൾ എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഉറപ്പായിട്ടും കാണുക കേട്ടോ. അപ്പം ഇനി മുന്നോട്ട് 16 പാഠങ്ങളിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ വിട്ടുകളയാൻ പാടില്ല എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ 3 ദിവസം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. നിങ്ങൾ ഫീസൊക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ആ ഫീസ് കളയാണ്ട് അതിന് നഷ്ടം വരുത്താണ്ട് മീൻസ് നിങ്ങൾക്ക് മനസ്സിലൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവരുത്. സെക്കൻഡ് ചാൻസ് കിട്ടി, എന്നിട്ട് ആ ചാൻസ് ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനുണ്ട് നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഒപ്പം. നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല കോൺഫിഡൻസിൽ നല്ല ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 ദിവസം നന്നായിട്ട് വർക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ മീൻസ് ഇനിയുള്ള 16 ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഞാൻ തുടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.